LDF യോഗത്തിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടുനിന്നത് ചർച്ചയാകുന്ന സാഹചര്യമാണുള്ളത്. ന്യൂസ് ടൈംസ് തുടക്കത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞിരുന്നു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് എല്ലാ മുന്നണികളുമെന്ന്. ആ മുന്നണികളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതും ഓരോ മുന്നണിയുടെയും ലക്ഷ്യമാണ്. അതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന LDF മുന്നണി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ അതൃപ്തിയുണ്ടോ ഈ ജോസ് കെ മാണി വിഭാഗത്തിന് എന്ന അഭ്യൂഹം ശക്തമാവുകയാണ്. ഇടതുമുന്നണി വിടണം എന്ന ആവശ്യം കേരള കോൺഗ്രസിൽ കരുത്താർജിക്കുന്ന പശ്ചാത്തലത്തിൽ ആണോ ഇത് വിട്ടുനിൽക്കുന്നത് എന്നതിലൊക്കെയാണ് നമുക്ക് വ്യക്തത വരേണ്ടത്. അവിടെ VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമായിരുന്നല്ലോ LDFിൻ്റേത്. കാരണം തെരഞ്ഞെടുപ്പിലെ തോൽവി അടക്കം വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ട ഒരു യോഗമാണ്. അവിടെ സാധാരണ ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് പങ്കെടുക്കേണ്ട പ്രതിനിധികൾ ആരും തന്നെ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വിളിച്ച യോഗം എന്നതുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നതാണ് ഒരു പ്രൈമറി പ്രതികരണമായി വന്നിട്ടുള്ളത്. പക്ഷേ എന്താണ് ഒരു സാഹചര്യം? പൊതുവിൽ മുന്നണിക്കകത്ത് ജോസ് കെ മാണി വിഭാഗം അതൃപ്തരായി തുടരുന്ന സാഹചര്യമാണോ ഉള്ളത്? പ്രത്യേകിച്ച് പാലായിലടക്കം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണല്ലോ ഉണ്ടായത്. ശനിയാഴ്ച വൈകിട്ടാണ് ഇടതുമുന്നണി യോഗം തീരുമാനിച്ചത്. അടിയന്തര ഇടതുമുന്നണി യോഗം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇടതുമുന്നണി യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായുള്ള യോഗം അത് ജനുവരി ആദ്യ ആഴ്ച ചേരാനാണ് നേരത്തെ തീരുമാനമായത്. പക്ഷേ ഇന്നലെ പെട്ടെന്ന് ഒരു യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിക്കുകയായിരുന്നു. അതിന് കാരണം ഈ കേന്ദ്രവിരുദ്ധ സമരങ്ങളുടെ തീയതി തീരുമാനിക്കാനും മറ്റുമാണ്. ഇടതുമുന്നണി യോഗം വരെ കാത്തിരിക്കാതെ ഇത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം, തെരഞ്ഞെടുപ്പ് അവലോകനം പിന്നത്തേക്ക് മാറ്റാം എന്നൊരു ധാരണയാണ് CPMൻ്റെ നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ടാണ് CPM സംസ്ഥാന സമിതി യോഗത്തിനിടയ്ക്ക് ഇത്തരമൊരു യോഗം ചേരാൻ ഇടതുമുന്നണി CPM തീരുമാനിച്ചത്. ഇടതുമുന്നണി കൺവീനറും സ്ഥലത്തില്ലായിരുന്നു. പക്ഷേ അത്തരമൊരു യോഗത്തിലേക്ക് CPM കടക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ജോസ് കെ മാണി വിഭാഗം വിട്ടുനിന്നതല്ല അസൗകര്യങ്ങളാണ്. ജോസ് കെ മാണിക്ക് പങ്കെടുക്കാൻ അസൗകര്യമുണ്ട്. സ്റ്റീഫൻ ജോർജിന് അസുഖമാണ്. റോഷി അഗസ്റ്റിൻ ഔട്ട് ഓഫ് സ്റ്റേഷനുമാണ്. അദ്ദേഹം നാട്ടിലില്ല. ഈ മൂന്ന് പേരും പങ്കെടുക്കാത്തതിന് കാരണമായി നേതൃത്വം ഔദ്യോഗികമായി പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് ഒരു അസംതൃപ്തിയോ അസ്വാഭാവികതയോ ഒന്നും ഇല്ല എന്ന് നേതാക്കൾ പറഞ്ഞു. പക്ഷേ നമുക്കറിയാം, കേരള കോൺഗ്രസ് എമ്മിനെ നിരന്തരം UDF ക്ഷണിക്കുകയാണ്, അവരുടെ മുന്നിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവിടെ അതൃപ്തരാണ്. തിരഞ്ഞെടുപ്പ് ഫലവുമൊക്കെ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. പക്ഷേ ജോസ് കെ മാണിയൊക്കെ സമർത്ഥിക്കാൻ ശ്രമിച്ചത് തിരഞ്ഞെടുപ്പ് ഫലം ഒരു തിരിച്ചടിയല്ല. പാലാ നഗരസഭ വിട്ടുപോയെന്നെങ്കിലും കേരള കോൺഗ്രസിന് അവിടെ കൃത്യമായ അവരുടെ വോട്ട് ഷെയർ നിലനിർത്താനായി, സീറ്റുകൾ അവർക്ക് നിലനിർത്താനായി മുന്നണിക്കെതിരെയുള്ള പൊതു ജനവികാരം അവിടെയും പ്രതിഫലിച്ചാണ്. അപ്പുറത്തേക്ക് മോശം ഒരു പ്രകടനമെന്ന് കേരള കോൺഗ്രസ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നണി വിട്ടുപോകുന്ന ഒരു തീരുമാനവും ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് കേരള കോൺഗ്രസ്. പക്ഷേ UDFിൻ്റെ സമ്മർദ്ദം ശക്തമാണ്. സഭകളുടെ സമ്മർദ്ദവും കേരള കോൺഗ്രസ് എമ്മിനുമേലുണ്ട് എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, നേരത്തെ ഇടതുമുന്നണി ആയിരുന്നപ്പോൾ ജോസഫ് വിഭാഗവും UDFിലേക്ക് പോവുകയും കേരള കോൺഗ്രസ് എമ്മുമായി ലയിക്കാനൊക്കെ ഇടയായതൊക്കെ ഈ സഭാ നേതൃത്വങ്ങളുടെ, ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ സമ്മർദ്ദമാണ്. സമാന സാഹചര്യം ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ട്. പക്ഷേ ഈ ഉടനടിയൊന്നും മുന്നണി വിടുന്ന ഒരു നീക്കവും കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുണ്ടാകില്ല എന്നാണ് നേതൃതലത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. മാത്രമല്ല CPM നേതൃത്വവും ജോസ് കെ മാണി മുന്നണി വിട്ടു പോകുമെന്ന് കരുതുന്നില്ല. പക്ഷേ ഇത്തരം ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ പങ്കെടുക്കാമായിരുന്നൊരു മുന്നണി യോഗമാണ്, പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. യെസ്, അതുകൊണ്ട് തന്നെയാണ്, അതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. എന്തുകൊണ്ട് LDF യോഗത്തിൽ ജോസ് കെ മാണി വിഭാഗം പങ്കെടുത്തില്ല? അവിടെ ഉയരുന്ന സംശയങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒന്ന്, LDF യോഗത്തിൽ പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുത്തില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് പെട്ടെന്ന് വിളിച്ച യോഗമാണ് എങ്കിൽ പോലും ഒരു പ്രതിനിധിയും ഈ യോഗത്തിൻ്റെ ഭാഗമായില്ല. വളരെ പെട്ടെന്ന് വിളിച്ചു എന്ന ഒരു കാരണം പറയുന്നു. പ്രതിനിധികൾ ആരും എത്തിയില്ല. അതിന് കാരണമായി അവർ പറയുന്നത് വളരെ പെട്ടെന്ന് വിളിച്ച യോഗം ആണ്, അതുകൊണ്ടാണ് അംഗങ്ങൾക്ക് എത്താൻ പറ്റാത്തത് എന്ന ഒരു വിശദീകരണം ആണ് നൽകിയത്. അതിനപ്പുറത്ത് ഉയരുന്ന സംശയം എന്നത് മുന്നണിയിൽ അതൃപ്തി പുകയുന്നുണ്ടോ എന്നത് തന്നെയാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിമർശകർ ആയിരുന്നു ഇടതുമുന്നണി. പ്രത്യേകിച്ച് ബാർക്കോഴ ആരോപണമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ കേരളത്തിൻ്റെ ധനമന്ത്രിയായിരുന്ന KM മാണിയെ കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ മറന്ന് പിന്നീട് മുന്നണിയുടെ ഭാഗമായി. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത്രമേൽ തൃപ്തരല്ല
ഈ ജോസ് കെ മാണി വിഭാഗം എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒരു വിഭാഗമെങ്കിലും മുന്നണി വിടണം എന്ന ആവശ്യം ശക്തമായി ഉയർത്തുന്നുണ്ട്. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അത് തിരിച്ചടി ഉണ്ടാക്കിയ ഒരു പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന ആവശ്യമൊക്കെ ഉയരുന്നുണ്ട്. ഇതിൻ്റെ സൂചനയോ അല്ല എങ്കിൽ കൂടുതൽ സമ്മർദ്ദം മുന്നണിക്കകത്ത് ചെലുത്തുക എന്ന ലക്ഷ്യമോ ഈ മുന്നണി മീറ്റിംഗിൽ നിന്ന് വിട്ടുനിന്നതിൽ ഉണ്ടോ എന്ന സംശയം ആണ് ബലപ്പെടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിച്ച ഒരു പാർട്ടിയാണ് SDPI എന്നതാണ് എടുത്തു പറയേണ്ടത്.